കാട്ടാളൻ സഞ്ചരിക്കുന്ന ലോകത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ടുള്ള ഒരു ചിത്രം, അതിന് ശേഷം വരുന്ന ചിത്രം എന്ന നിലയിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. മാർക്കോ എന്ന് പറയുന്ന ചിത്രം, അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറൊരു തരത്തിലുള്ള വയലൻ്റ് ആയിട്ടുള്ള ഒരു ടെറിഫിക് ആയിട്ടുള്ള ഒരു മൂവി, അതിന് ഒരു ഇൻ്റർനാഷണൽ അക്ലെയിം കിട്ടി. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, മാർക്കോയ്ക്ക് ശേഷം വരുന്ന കാട്ടാളനിൽ എന്തുമാത്രം വയലൻസ് ഉണ്ടെന്നാണ്. എന്നാൽ ആദ്യമേ പറയട്ടെ, ഇതൊരു വയലൻ്റ് മൂവിയല്ല, ഇതൊരു ആക്ഷൻ മൂവിയാണ്. ആക്ഷൻ മൂവി എന്ന് പറയുമ്പോൾ ഇത്തവണ കാട്ടാളൻ ടീം ഉദ്ദേശിക്കുന്നത് ഫാമിലിക്ക് കാണാൻ പറ്റുന്ന ആക്ഷൻ, ത്രില്ലിംഗ് ആയിരിക്കും. പക്ഷേ ബ്ലഡ് ഷെഡ് കുറയ്ക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. കാട്ടാളൻ എന്ന് പറയുന്നത് തിന്മ കുറഞ്ഞവരും തിന്മ കൂടിയവരും തമ്മിലുള്ള പോരാട്ടമാണ്, അല്ല നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമല്ല. സാധാരണയിൽ എല്ലാവരും പറയും നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം അല്ല. നാട്ടിൽ മൈനസുകൾ കൂടുതലുള്ളവരെ ആയിരിക്കും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക. പ്ലസ്സായിട്ട് നമ്മൾ ആരെയും കണക്കാക്കുന്നില്ല. രാഷ്ട്രീയത്തെ ഞാൻ തള്ളി പറയുകയല്ല കേട്ടോ. രാഷ്ട്രീയത്തിൽ എപ്പോഴും തമ്മിൽ ഭേദം ആരാണ് എന്നാണ് ജനങ്ങൾ എപ്പോഴും നോക്കുന്നത്. അതിൽ എൻ്റെ ക്യാരക്ടർ വേണമെങ്കിൽ തിന്മ കുറഞ്ഞവരുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ പെടുത്താം. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലായി കാണും, തിന്മയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. മാർക്കോയിലെ ടോണി ഐസക് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. അത് ഒരു ബ്രൂട്ടൽ വില്ലനാണ്. ഇതിലെ അലി എന്ന് പറയുന്ന കഥാപാത്രം കാടിൻ്റെ ഭരണം നടത്തുന്ന മാരിയുടെ ഒരു വിധേയനാണ് ഇയാൾ. മാരി പറയുന്ന അനുസരിച്ച് തിന്മയ്ക്ക് കൂട്ടു നിൽക്കുന്ന ആളാണ് അലി. പിന്നെ അലിക്ക് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അലിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ക്യാരക്ടറൈസേഷനിൽ. അത് മാർക്കോയിലെ ടോണി ഐസക്കുമായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിലാണ് എൻ്റെ സന്തോഷം. അത് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്ന രീതി എങ്ങനെയുണ്ടെന്ന് പ്രേക്ഷകരാണ് പറയേണ്ടത്. ക്യൂബ്സുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ സ്നേഹം ഷെരീഫ് മുഹമ്മദിനോട് അധികം എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ഷെരീഫിൻ്റെ സ്നേഹം എന്നോട് അധികം എക്സ്പ്രസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട്. കാരണം ഞാൻ ഷെരീഫ് നേരിട്ട് പറയാതെ തന്നെ ഈ കാട്ടാളനിൽ ജഗദീഷ് ഏട്ടൻ ഉണ്ടാവണം എന്ന് ഷെരീഫ് പറയാതെ തന്നെ അറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അതൊരു ആത്മബന്ധമാണ്. ഒരു കാര്യത്തിലും ഷെരീഫ് ഇടപെടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ മാത്രമല്ല, ഷെരീഫിന് ഒരു മൈനസായിട്ട് എനിക്ക് പറയാനുള്ളത്, ഷെരീഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഷെരീഫിന് വലിയ ദൗർബല്യമാണ്. ആക്ഷൻ സിനിമകൾ ഇത്രയധികം കണ്ടിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എല്ലാത്തരം ആക്ഷൻ മൂവീസും കാണും. ആക്ഷനോടൊരു ഭ്രമമുള്ള പ്രൊഡ്യൂസറാണ് ഷെരീഫ് മുഹമ്മദ്. അപ്പോൾ ഇതിലും കാട്ടാളനിലെ ആക്ഷന് വേണ്ടി ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. നമ്മൾ തായ്ലൻഡ്, ശ്രീലങ്ക, അങ്ങനെ ട്രാവലൊക്കെ ഒരുപാട് ചെയ്ത് ആക്ഷൻ മൂവി എന്ന നിലയിൽ അവതരിപ്പിക്കുമ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം, യുണീക്ക് ആയിരിക്കണം. നമ്മൾ നല്ല ആക്ഷൻ ചിത്രങ്ങളോട് കിടപിടിക്കുന്ന ഒരു ചിത്രമായിരിക്കണം എന്ന് ഷെരീഫിന് ഭയങ്കര നിർബന്ധമുണ്ട്. സീൻ നമ്പർ 1 to 100 അത് എന്താണ് ഡീറ്റെയിൽസ് വരുന്നത് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം, നല്ല ബോധ്യമുണ്ട്. ഇനി കണ്ടതിന് ശേഷം സാധാരണഗതിയിൽ ചിലർ വിചാരിക്കുക ഇത് വെച്ച് മാനേജ് ചെയ്യാമെന്ന്. കാശ് മുടക്കിയാലും വേണ്ടില്ല, ഇത് നമുക്ക് കുറച്ചുകൂടെ നന്നാക്കണം എന്ന് പറഞ്ഞ് വീണ്ടും അതിനെ കൊഴിപ്പിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ഷെരീഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പടത്തിൻ്റെ ക്വാളിറ്റിയെ സാക്രിഫൈസ് ചെയ്യുന്ന രീതിയിൽ, ആ ക്വാളിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ ഒരു കാര്യവും ഉണ്ടാകാൻ പാടില്ലെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. ഇതൊരു ക്യൂബ്സിൻ്റെ പടം എന്ന നിലയിൽ ആദ്യത്തെ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടതിൻ്റെ ഒരു പടി മുകളിലായിരിക്കണം എന്ന സ്വാർത്ഥതയുള്ള ആളാണ് ഷെരീഫ്. ഷെരീഫ് ചിലതൊക്കെ കണ്ടിട്ട് എന്നെ കോംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. ഷെരീഫ് പറയും, ചേട്ടാ ആ റെസ്റ്റോറൻറ്റ് നന്നായിട്ടുണ്ട് കേട്ടോ, കളിക്കുന്നുണ്ട് എന്ന് ഷെരീഫ് പറയുമ്പോൾ ഏതൊരു ആർട്ടിസ്റ്റ് ആകുമ്പോഴും ഒരു ചെറിയ കുളിര് വരില്ലേ, അങ്ങനെ ആ കുളിര് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഷെരീഫ് പറഞ്ഞു, അടുത്ത പടം പ്ലാൻ ചെയ്യണ്ട, ചേട്ടനുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ സന്തോഷം, ഞാൻ കമ്പനി ആർട്ടിസ്റ്റ് അല്ലേ എന്നൊക്കെ പറയാറുണ്ട്. ഈസ് എ വെരി നൈസ് പ്രൊഡ്യൂസർ പുള്ളിക്ക്. പക്ഷേ ആക്ഷൻ ചിത്രങ്ങൾ വിട്ട് വേറെ ചിത്രങ്ങൾ എടുക്കുമെന്ന് എനിക്ക് ഇന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ബേസിക്കലി ഞാൻ ചിന്തിക്കുന്നു ഷെരീഫിൻ്റെ ക്യൂബ്സിൻ്റെ അടുത്ത ചിത്രവും ആക്ഷൻ ഉള്ളതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പോൾ അധികം ചിത്രങ്ങളിലൊന്നും സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ പോൾ ഇതിൻ്റെ തിരക്കഥാകൃത്തുകളിൽ ഒരാളാണ്. ജെറോം, ജോബി, പോൾ 3 പേരും കൂടെ ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. പോളിൻ്റെ ഫസ്റ്റ് വെഞ്ചറാണെന്ന് ആരും കണ്ടാൽ പറയില്ല. അത്ര ഇരുത്തം വന്ന ഒരു സംവിധായകനാണ് പോൾ ജോർജ്. ഹനീഫും പോളും രണ്ടുപേരും എന്നെ സംബന്ധിച്ചിടത്തോളം 2 പാറ്റേണാണ്. ഹനീഫ് വളരെ കൂളാണ്, അതേപോലെ തന്നെ പോളും വളരെ കൂളാണ്. ഈ സാമ്യം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഇവരുടെ വർക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. ഈ ലൊക്കേഷനിൽ സാധാരണ ഇതിൽ ഫൈറ്റ് സീക്വൻസിന് വേണ്ടി ഒരാഴ്ച
അതിനുശേഷം അടുത്ത ഫൈറ്റ് എടുക്കുമ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞ് ഒരാഴ്ച, അങ്ങനെ സന്തോഷ് മാസ്റ്ററെ സാധാരണ വിളിച്ചാൽ മതി. ഇതല്ല, നമ്മൾ ക്യൂബ്സിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷ് മാസ്റ്റർ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അത് എക്സ്പെൻസീവാണ്. അവരുടെ അസിസ്റ്റൻസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയൊക്കെ തന്നെ ഈ മരത്തിൽ കയറുമ്പോൾ ഒക്കെ തന്നെ അതിനനുസരിച്ച് ഏറ്റവും സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ വച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ ഷൂട്ടിങ്ങിൽ ഈ സന്തോഷ് മാസ്റ്ററിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കി. അപ്പം റിസ്ക് അവിടെ ഈശ്വരാനുഗ്രഹത്താൽ ഒരു അപകടവും ഉണ്ടായില്ല. പെപ്പെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതാണ് അടിസ്ഥാനപരമായ പെപ്പെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലെ ഒരു ഹീറോ ആണ്. പെപ്പയുടെ ആക്ഷൻ ഫിലിംസ് കാണുമ്പോൾ പ്രേക്ഷകർക്കെല്ലാം ഒരു ഓമനത്വമുള്ള ഒരു ആക്ഷൻ ഹീറോ ആണ് പെപ്പെ. ഇതിനകത്ത് ഇതുവരെ ചെയ്തതിനേക്കാളും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പല ആക്ഷൻ സീക്വൻസുകളും, ഒരു ആക്ഷൻ സീക്വൻസ് അടുത്തിൽ നിന്നും ഡിഫറൻ്റ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഒരു ഫൈറ്റ് അല്ലെങ്കിൽ അടുത്ത ഫൈറ്റ്, അടുത്ത ആക്ഷൻ സീക്വൻസ്, ഇത് തമ്മിൽ പരസ്പരം സാമ്യം ഉണ്ടാകാൻ പാടില്ല എന്ന് പോളിന് നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം ഡിഫറൻ്റ് ആയിട്ട് കാണുമ്പോൾ, അല്ലെങ്കിൽ റിപ്പറ്റേഷൻ അടിക്കും. ഈ ഫൈറ്റ് തന്നെ അത് എല്ലാം അടുത്ത ഫൈറ്റ്, അങ്ങനെയല്ല. നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻസ് ഡിഫറൻ്റ് ആണ്. ഈ ആക്ഷൻ സീക്വൻസ് എങ്ങനെ വരുന്നു, അതെങ്ങനെ പെപ്പെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ആ ടെക്നീഷ്യൻസിൻ്റെയും കൂടെ സഹകരണം കൊണ്ട് ഓരോന്നും ഡിഫറൻ്റായി ക്ലൈമാക്സിൽ വേറൊരു ആക്ഷൻ. അപ്പോൾ ഈ ആക്ഷൻസ് എല്ലാം തന്നെ ഫാമിലീസിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആക്ഷൻ കൊറിയോഗ്രാഫി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, കൈയടിക്കുന്ന രീതിയിലുള്ള ആക്ഷൻസ്. തായ്ലൻഡിലുള്ള കൊറിയോഗ്രാഫി എല്ലാം കെച്ചയാണ്, അദ്ദേഹമാണ് അതിൻ്റെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫൈറ്റ് മാസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു. തായ്ലൻഡിലെ ആ ദിവസങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാട്ടാളനെ സംബന്ധിച്ചിടത്തോളം ടീം ഓഫ് ആർട്ടിസ്റ്റ് ഫ്രം അതർ ലാംഗ്വേജസ്, തമിഴ് തെലുങ്ക് സിനിമകളിലെ വളരെ ഒരു ടോപ്പായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് നമ്മുടെ സുനിൽ. അദ്ദേഹത്തിന് ഒരു നല്ല വേഷമാണ് ഇതിൽ. നെഗറ്റീവ് ടച്ചുള്ള വേഷമാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമാണ് ആ വേഷം. കബീർ സിംഗ് നമ്മൾ മാർക്കോയിൽ കണ്ടു. കബീർ സിംഗ് വീണ്ടും ഇതിൽ വരികയാണ്. വളരെ നല്ല റോളാണ്. പാർത്ഥിവ് വാര്യയുണ്ട്, ദുഷാര വിജയനുണ്ട് നല്ലൊരു റോളിൽ, രാജുണ്ട്. അങ്ങനെ അതർ ലാംഗ്വേജസിൽ നിന്നുള്ള നല്ലൊരു ടീം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളതല്ല, ദ ബെസ്റ്റ്, ഏറ്റവും നല്ല എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക. ഒരു ആക്ഷൻ ആയിരുന്നിരുന്നാലും, മ്യൂസിക് ആയിരുന്നാലും, അതിൻ്റെ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ്, എഡിറ്റിംഗ് ആയിരുന്നാലും, ക്യാമറ വർക്കായിരുന്നാലും, സംവിധാനമാണെങ്കിലും ശരി. സംവിധായകർ പുതിയ ആളെയല്ലേ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവിൽ, പോളിൻ്റെ കഴിവിൽ വിശ്വസിച്ച് ഷെരീഫ് ഏൽപ്പിച്ചിരിക്കുകയാണ് പോളിനെ. ചന്ദ്രു, ദെൻ രണദേവ്, ദെൻ സുദീപ് എളമൺ, അങ്ങനെ 3 പേരാണ് ഈ ക്യാമറ ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ ഷമീർ മുഹമ്മദാണ് ഇതിൻ്റെ എഡിറ്റിംഗ്, പിന്നെ രവി ബസൂറിൻ്റെ സംഗീതം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും നല്ല ടെക്നിക്കൽ പെർഫെക്ഷനുള്ള ഒരു മൂവി ആയിട്ടാണ് കാട്ടാളൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ടീസറും ട്രെയിലറും ഒക്കെ കണ്ടിട്ട് പലരും പറഞ്ഞു നല്ല ബിഗാണെന്ന്. ബിഗൊന്നും അല്ല. ഇതിനു വേണ്ടി ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും ഇതൊന്നും വലിയ ത്യാഗമൊന്നുമല്ല. ആ ക്യാരക്ടർ നന്നാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ്. എന്നാൽ പോലും പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്, ഞാൻ ഇതിനു വേണ്ടി, കാരണം ഇത്രയും വലിയൊരു പടത്തിന് വേണ്ടി ഒരുപാട് ദിവസം, പറഞ്ഞതിനേക്കാളും ഒരുപാട് ദിവസം ഇതിനകത്ത് നമുക്ക് ഡേറ്റ് കൊടുക്കേണ്ടി വന്നു. പക്ഷേ അതിലൊന്നും ഒരു പരിഭവമോ എനിക്ക് വിഷമോ ഇല്ല. കാരണം നല്ലൊരു ചിത്രത്തിന് എൻ്റെ ഭാഗമാകുമ്പോൾ 1-2 ചിത്രങ്ങൾ മിസ്സായാലും കുഴപ്പമില്ല. ഈ മേക്കപ്പുമായിട്ട് വേറെ ചിത്രങ്ങളിൽ ചെന്ന് അഭിനയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും അതൊരു ബിഗല്ല. ഞാൻ തന്നെ അത് വളർത്തിയ ഒരു മുടിയുടെ ഗെറ്റപ്പാണ്. ഇത് കാടിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചില അതിക്രമങ്ങൾ, കാടിൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന വ്യക്തികൾ നടത്തുന്ന ശ്രമങ്ങൾ, അതിന് നാട്ടിലെ പോലീസും ഫോറസ്റ്റും ഒക്കെ എത്ര വിചാരിച്ചിരുന്നാലും അവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒത്താശയോടെ കാടിന് അല്ലെങ്കിൽ കാട്ടിൽ ഒരു സമാന്തര ഭരണം നടക്കുന്നുണ്ട്. അത് നമ്മൾ വരച്ച് കാട്ടാനാണ് ശ്രമിക്കുന്നത്. ഇതുവരെ മലയാളത്തിൽ വരാത്ത തരത്തിലുള്ള ഒരു പാറ്റേൺ ഓഫ് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും കാട്ടാളനിലുണ്ടാവുക. കാടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അതിൽ നിന്നുമൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും കാട്ടാളൻ.